ഹലോ നമസ്കാരം. എല്ലാവർക്കും മാസ്റ്റർ കെ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് എക്കണോമിക്സ് എന്ന് പറഞ്ഞ സബ്ജക്റ്റ് ആണ്. അപ്പം എക്കണോമിക്സ് സബ്ജക്റ്റിന്റെ ബേസ് മുതലുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പൊതുവെ എല്ലാ ക്ലാസ്സുകളിലും പറയുന്ന പോലെ തന്നെ വളരെ ഡിഫിക്കൽട്ട് ആണ് എക്കണോമിക്സ് എന്നുള്ള സബ്ജക്റ്റ്. അതുപോലെ തന്നെ കാര്യം മനസ്സിലാക്കി പഠിച്ചാൽ നമുക്ക് ഇൻട്രസ്റ്റിംഗും ആണ് ഈ സബ്ജക്റ്റ്. അപ്പം നമുക്ക് എന്തായാലും നമുക്ക് പഠിച്ചു തുടങ്ങാം. അപ്പം നിങ്ങൾ എല്ലാവരും എന്നോടൊപ്പം സഞ്ചരിക്കുക. നമ്മൾ കൃത്യമായിട്ട് നോട്ട് തരുന്നതായിരിക്കും. നമുക്ക് എക്സാമിന് വേണ്ട പ്രിപ്പറേഷൻസ് കൃത്യമായിട്ട് നമ്മൾ ഈ ക്ലാസ്സുകളിൽ പറഞ്ഞു പോകുന്നതായിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്ക് നോക്കാം എക്കണോമിക്സ്. അപ്പൊ ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ടൈപ്സ് ഓഫ് ഇക്കണോമി, പിന്നെ അതുപോലെ തന്നെ ഞാൻ പറയാൻ പോകുന്ന ഇക്കണോമിക് പ്ലാനിങ്. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങളായിരിക്കും ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ പറയാം. ടൈപ്സ് ഓഫ് ഇക്കണോമി, ഇക്കണോമിക് പ്ലാനിങ്. ക്ലിയർ? ഓക്കെ, അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഞാൻ സിലബസ് ഒന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്ക് ഇന്ത്യൻ ഇക്കണോമി എന്ന് പറയുമ്പോൾ ഇക്കണോമിക്സ് കോമ്പറ്റീറ്റീവ് പരീക്ഷയ്ക്ക് ഏതൊക്കെ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും എന്ന് ചോദിച്ചിട്ട് ആ രീതി അനുസരിച്ച് നമുക്ക് മെയിൻ ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ബേസിക്സ് ഓഫ് ഇക്കണോമി. അതായത് ഇക്കണോമിയായിട്ട് ബന്ധപ്പെട്ട അടിസ്ഥാനപരമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. പിന്നെ എന്ന് പറയുന്നത് ടൈപ്സ് ഓഫ് ഇക്കണോമി, ഏതൊക്കെ തരത്തിലുള്ള എക്കണോമി ഉണ്ട്. അതുപോലെ തന്നെ ഇൻഫ്ലേഷൻ, നമുക്കറിയാം പണപ്പെരുപ്പം എന്ന് പറയും, പണപ്പെരുപ്പം, ഇൻഫ്ലേഷൻ. നെക്സ്റ്റ് നാഷണൽ ഇൻകം, നമ്മുടെ ദേശീയ വരുമാനം. പലതരത്തിലുള്ള ദേശീയ വരുമാനങ്ങളുണ്ട്. ഇപ്പൊ നമ്മുടെ രാജ്യത്തിന്റെ വരുമാനം കാൽക്കുലേറ്റ് ചെയ്യുന്ന പല രീതികളുണ്ട്, ചില ഫോർമുല ഉണ്ട്. ഇതൊക്കെ നമുക്കൊന്ന് മനസ്സിലാക്കിയിരിക്കണം. പിന്നെ ഡിമാൻഡ് ആൻഡ് സപ്ലൈ, എന്താണ് ഡിമാൻഡ്, എന്താണ് വാട്ട് ഈസ് സപ്ലൈ, വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ദിസ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ. ഓക്കെ, അതൊന്നും അറിയണം. പിന്നെ പ്ലാൻ ഇൻ ഇന്ത്യ, ഓക്കെ, ഇന്ത്യയിലെ ആസൂത്രണത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കാനുണ്ട്. അതുപോലെ പോവർട്ടി ആൻഡ് അൺഎംപ്ലോയ്മെന്റ്, അതായത് ദാരിദ്ര്യം, അതുപോലെ തന്നെ തൊഴിലില്ലായ്മ, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അടുത്ത കൃഷിയെ കുറിച്ച് മനസ്സിലാക്കണം. നിങ്ങൾ കൃഷിയെ കുറിച്ച് ജോഗ്രഫിയിൽ പഠിക്കും. ഇത് നമ്മൾ ഇക്കണോമിക്സിൽ പഠിക്കുമ്പോൾ വേറെ ആസ്പെക്റ്റിലായിരിക്കും നമ്മൾ അഗ്രികൾച്ചറിനെ കുറിച്ച് മനസ്സിലാക്കുന്നത്. പിന്നെ ഇൻഡസ്ട്രീസ് ഇൻ ഇന്ത്യ, ഒക്കെ ഇന്ത്യയിലെ പല വ്യവസായങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ മണി ആൻഡ് ബാങ്കിങ്, ഒക്കെ പണവും അതുപോലെ തന്നെ ബാങ്കിങ്ങിനെ കുറിച്ച് അറിയണം. ക്യാപിറ്റൽ മാർക്കറ്റ് ആൻഡ് ഷെയർ മാർക്കറ്റ്. ടാക്സ് സ്ട്രക്ചർ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യയിലെ ടാക്സേഷൻ സിസ്റ്റത്തെ കുറിച്ച് അറിയാം. ബഡ്ജറ്റ്, ഇൻഷുറൻസ്, ദെൻ സ്കീംസ്. ഇത് കറണ്ട് അഫയേഴ്സ് ഭാഗത്തു നിന്ന് വരുന്നതാണ്. അതായത് നമ്മുടെ സോഷ്യൽ ഡെവലപ്മെന്റ് സ്കീംസ്, നമ്മുടെ രാജ്യത്തിന്റെ വികസനത്തിന് വേണ്ടിയുള്ള പല പദ്ധതികളെ കുറിച്ച് നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അത് കറണ്ട് അഫയേഴ്സ് ഭാഗത്താണ്. ഓക്കെ, ഇത്രയാണ് ബേസിക് ആയിട്ടുള്ള സിലബസ് എന്ന് പറയാം. ഇത്രയും ടോപ്പിക്കിലാണ് നമ്മൾ പഠിക്കേണ്ടത്. നോക്കുമ്പോൾ ഇഷ്ടംപോലെ ഉണ്ട് ടോപ്പിക്കുകൾ. അത്യാവശ്യം വൈഡ് ആണ് ഈ സബ്ജക്ട്. ഓക്കെ, ഇനി നമുക്കത് പഠിച്ചല്ലേ പറ്റൂ. നമ്മൾ എന്തായാലും പഠിച്ചെടുക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ആദ്യമായിട്ട് രണ്ട് ടേമുകൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. നമ്മൾ ഇനി ഇനി വരാൻ പോകുന്ന പല സംഗതികൾ നമ്മൾ പഠിച്ചു വരുമ്പോൾ നമ്മൾ കേൾക്കുന്ന രണ്ട് ടേമുകളാണ് ഇക്കണോമിക്സ് ആൻഡ് ഇക്കണോമി. ഇക്കണോമിക്സ് എന്താണ്, ഇക്കണോമി എന്താണ് എന്നാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത്. നമുക്ക് രണ്ടും എന്താണെന്ന് മനസ്സിലാക്കി തുടങ്ങാം. നിങ്ങൾ നോക്കുമ്പോൾ ഞാൻ ഒരു ബ്ലാങ്ക് സ്പേസ് ആണ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്നത്. ആ ബ്ലാങ്ക് സ്പേസ് എന്താണെന്ന്, എന്തുകൊണ്ടാണ് ഇട്ടിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം ഇതിനകത്ത് ഡെഫിനേഷൻസ് ഒന്നും നമ്മൾ പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ നമ്മൾ അറിഞ്ഞിരിക്കണം എന്താണ് ഇക്കണോമിക്സ് എന്നും എന്താണ് ഇക്കണോമി എന്നും. നമുക്ക് നോക്കാം. ഇക്കണോമിക്സ്, ഇക്കണോമിക്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ സബ്ജക്ട്. ഓക്കെ, എക്കണോമിക്സ് ഒരു സബ്ജക്റ്റ്, ഒരു വിഷയമാണ്. ഇപ്പൊ നമ്മൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്ന് പഠിക്കുന്ന പോലെ അല്ലെങ്കിൽ എന്ന് പറയുന്ന പോലെ ഒരു സബ്ജക്റ്റ് ആണ് ഇക്കണോമിക്സ് എന്ന് പറയുന്നത്. അതായത് സബ്ജക്റ്റിനകത്ത് എന്തായിരിക്കും സാധാരണ ഉള്ളത്? ഒരു സബ്ജക്റ്റിനകത്ത് ഒരു 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 കുറെ തിയറികൾ ഉണ്ടാവും, അല്ലെ? കുറെ പ്രിൻസിപ്പിൾസ്, കുറെ തത്വങ്ങള്, ചില സിദ്ധാന്തങ്ങൾ, ഇതെല്ലാം ഉൾക്കൊള്ളുന്നതാണെന്ന് പറയുന്ന ഒരു സബ്ജക്ട് എന്ന് പറയുന്നത്. അങ്ങനെയാണ് നമ്മൾ ഇക്കണോമിക്സിനെ കാണുന്നത്. അതിനകത്ത് കുറെ തിയറീസ് വരുന്നുണ്ട്. ഓക്കെ, ഈ തിയറി എന്തിനാണുള്ളതെന്ന് ഞാൻ പറഞ്ഞുതരാം. അടുത്തത്, ഇക്കണോമി എന്ന് പറയുന്നത് ഒരു സോഷ്യൽ സ്ട്രക്ചർ ആണ്. ഓക്കെ, ഒരു സോഷ്യൽ സ്ട്രക്ചർ ആണ്. അത് നമ്മൾ നമ്മുടെ സൊസൈറ്റിയിൽ കാണുന്ന, നമ്മൾ പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ നമ്മൾ കാണുന്ന ഒരു സൊസൈറ്റൽ സ്ട്രക്ചർ ആണ് എക്കണോമി എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ നമ്മുടെ രാജ്യത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കാണുന്ന ഇന്ത്യൻ ഇക്കണോമി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഇന്ത്യയിലെ ഒരു സോഷ്യൽ സ്ട്രക്ചർ. എന്താണ് ഈ സോഷ്യൽ സ്ട്രക്ചർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു രാജ്യത്ത് പലതരം ആക്ടിവിറ്റീസ് നടക്കണം, അല്ലേ? നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ അഗ്രികൾച്ചർ ആയിട്ടുള്ള ബേസിക് എവിടെ മുതൽ മാനുഫാക്ചറിങ്,
ഓക്കെ, മാനുഫാക്ചറിങ് നടക്കുന്നുണ്ട് ഇല്ലേ, അതുപോലെ തന്നെ സർവീസ് സെക്ടേഴ്സ് നടക്കുന്നുണ്ട് അല്ലെ, ബാങ്കിങ്, ഇൻഷുറൻസ്, സ്കൂള്, എഡ്യൂക്കേഷൻ സിസ്റ്റംസ്, സിനിമ തിയേറ്ററുകൾ, എന്റർടൈൻമെന്റ് സെക്ടേഴ്സ്, ഗെയിമിംഗ് കോർണർ, ഇങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട് നമ്മുടെ രാജ്യത്ത്. ഇങ്ങനെ ഇത്രയും ആക്ടിവിറ്റീസ് എല്ലാം കൂടെ കൂടിച്ചേർന്ന ഒരു സോഷ്യൽ സ്ട്രക്ചർ ആണ് നമ്മൾ എന്ന് പറയുന്നത് ഈ പറയുന്ന ഇക്കണോമി എന്ന് പറയുന്നത്. ഓക്കെ, ശ്രദ്ധിക്കുക, ആ സോഷ്യൽ സ്ട്രക്ചറിനകത്ത് നമ്മൾ സംസാരിക്കുന്ന കാര്യം നമ്മളുടെ രാജ്യത്ത് ഇപ്പൊ ഇന്ത്യൻ ഇക്കണോമി എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ ഒരു സോഷ്യൽ സ്ട്രക്ചർ, അതായത് ഇന്ത്യയിൽ ജീവിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ട് സാധനങ്ങള്, സേവനങ്ങള് ഇവയെല്ലാം നിർമ്മിച്ച് വിതരണം ചെയ്യുന്ന ഒരു സോഷ്യൽ സ്ട്രക്ചർ, അതാണ് ഇക്കണോമി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇന്ത്യൻ ഇക്കണോമി എന്ന് പറയുമ്പോൾ എന്താണ്? ഇന്ത്യയിലെ സോഷ്യൽ സ്ട്രക്ചർ, ഇന്ത്യയിലെ ജനങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്, ആ സേവനങ്ങൾ എന്തൊക്കെയാണ്, അത് നിർമ്മിക്കുക, അത് വിതരണം ചെയ്യുക, ജനങ്ങളിലേക്ക് എത്തിക്കുക, ജനങ്ങൾ അത് കൺസ്യൂം ചെയ്യുക, ഇതെല്ലാം കൂടെ കൂടിച്ചേരുന്നതാണ് ഇന്ത്യൻ എക്കണോമി എന്ന് പറയുന്നത്. ഓക്കെ, ശ്രദ്ധിക്കുക, എക്കണോമി എന്ന് പറയുന്ന വാക്ക് ഒരിക്കലും സിംഗിൾ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യത്തില്ല. അതിനു മുമ്പ് ഒരു ടെറിട്ടറിയുടെ പേരോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഏരിയയുടെ പേരോ ഉണ്ടാവും. ഉദാഹരണത്തിന് ഇന്ത്യൻ എക്കണോമി എന്ന് പറയൂ, വെറും എക്കണോമി എന്ന് പറയത്തില്ല. ചൈനീസ്, നിങ്ങൾ ശ്രദ്ധിക്കുന്ന ചൈനീസ്, ഓക്കെ, ചൈനീസ് ഇക്കണോമി എന്ന് പറയും, ഇന്ത്യൻ ഇക്കണോമി എന്ന് പറയും, പാകിസ്ഥാൻ എക്കണോമി എന്ന് പറയും, ജാപ്പനീസ് എക്കണോമി എന്ന് പറയും, ജർമ്മൻ എക്കണോമി എന്ന് പറയും. അപ്പോ ഇതെല്ലാം ഒരു ഏരിയയെ സൂചിപ്പിക്കുന്നു, ഒരു വലിയൊരു ജോഗ്രഫിക്കൽ ഒരു സൊസൈറ്റൽ സ്ട്രക്ചറിനെ സൂചിപ്പിക്കുന്നു. അതാണ് ഇക്കണോമി എന്ന് പറയുന്നത്. ഓക്കെ, ഉദാഹരണം നോക്കണം, ഇപ്പൊ ഞാൻ ഇന്ത്യൻ എക്കണോമി ഞാൻ ഇങ്ങനെ ഒന്ന് വരച്ച് കാണിച്ചേക്കാം. ഇതൊരു ഇന്ത്യൻ എക്കണോമിയുടെ ഒരു പടമാണ്. ഓക്കെ, ഇത് ഒരു പുസ്തകത്തിലും ഇല്ല, നിങ്ങൾക്ക് മനസ്സിലാവുന്നതിന് വേണ്ടി ഞാൻ പറയാണ്. ഇപ്പൊ അവിടെ ഒരു സൈഡിൽ കുറെ അഗ്രികൾച്ചർ ആക്ടിവിറ്റീസ് നടക്കുന്നു, ഒരു സൈഡിൽ ഈ അഗ്രികൾച്ചറിൽ നിന്ന് കിട്ടുന്ന പ്രൊഡ്യൂസ് എല്ലാം കൂടെ എടുത്തിട്ട് മാനുഫാക്ചറിങ് സംഭവങ്ങൾ ഉണ്ടാക്കുന്നു. ഓക്കെ, വേറൊരു സ്ഥലത്ത് ഈ മാനുഫാക്ചർ ചെയ്ത സാധനങ്ങളെല്ലാം കൂടെ ലോറിയെ കയറ്റി നേരെ കസ്റ്റമറിലേക്ക് എത്തിക്കുന്നു. അവിടെ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റി നടക്കുന്നുണ്ട്. ഓക്കെ, ഇത് മേടിക്കുന്ന ഷോപ്പ് കീപ്പർ അല്ലെ, ഒരു ഹോൾസെയിൽ ഷോപ്പ് കീപ്പർ എന്ത് ചെയ്യുന്നു? ഈ ഒരു സാധനം വിൽക്കുന്നു. അവിടെ ഒരു ആക്ടിവിറ്റി നടക്കുന്നുണ്ട് അല്ലെ. ഇങ്ങനെ ഇത്രയും ആക്ടിവിറ്റീസ് ഒരുമിച്ച് ചേരുന്ന ആ സ്ട്രക്ചറാണ് ഇക്കണോമി എന്ന് പറയുന്നത്. ഇപ്പൊ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ക്ലിയർ, ഇതാണ് ഇന്ത്യൻ ഇക്കണോമി അല്ലെങ്കിൽ ജാപ്പനീസ്, എല്ലാ എക്കണോമി ഇങ്ങനെ ആയിരിക്കും. ഓക്കെ, എക്കണോമിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സബ്ജക്റ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു. അതായത് ഈ സബ്ജക്റ്റിനകത്ത് കുറെ തിയറീസ് ഉണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് ആ തിയറി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ ഈ പറയുന്ന പോലെ നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അവർക്ക് ആവശ്യമായ ഗുഡ്സ് ആൻഡ് സർവീസസ്, ഓക്കെ, ഗുഡ്സ് ആൻഡ് സർവീസസ് അത് പ്രൊഡ്യൂസ് ചെയ്ത് പ്രോപ്പറായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുക, ജനങ്ങൾ അത് കൺസ്യൂം ചെയ്യുക. ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു ശാഖയാണ് അല്ലെങ്കിൽ ഒരു സ്റ്റഡിയാണ് എന്ന് പറയുന്നത് എക്കണോമിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റും ഇക്കണോമി എന്ന് പറയുന്നത് ഒരു സോഷ്യൽ സ്ട്രക്ചർ അല്ലെങ്കിൽ സോഷ്യൽ ഓർഡറുമാണ്. ഇതാണ് അതിന്റെ ഡിഫറൻസ്. ബേസിക് ആയിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ക്ലിയർ ആണോ? ഇനി ഇതിനകത്ത് കൂടുതൽ എന്താ പറയുന്ന തിയററ്റിക്കൽ ആയിട്ടുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന ഡെഫിനേഷൻസ് ഒന്നും നിങ്ങൾ ബൈഹാർട്ട് ചെയ്യേണ്ട ഒരു കാര്യമില്ല. വേറെ ഇത് പരീക്ഷയ്ക്ക് ചോദിക്കത്തില്ല, പക്ഷെ നമ്മൾ അറിഞ്ഞിരിക്കണം ഇതെന്തൊക്കെയാണെന്ന്. സോ എക്കണോമിക്സ് ഒരു സബ്ജക്റ്റ് ആണ്, ഒരു പുസ്തകത്തിനകത്ത് പറയുന്ന നമ്മൾ പഠിക്കുന്ന കുറെ തിയറികളെല്ലാം ചേർന്ന ഒന്നാണ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. ഇക്കണോമി എന്ന് പറയുന്നത് നമ്മൾ കാണുന്നത് എന്താണോ ദാറ്റ് ഈസ് ഇക്കണോമി. ക്ലിയർ? ഓക്കെ, നമുക്കിനി നോക്കാം ഇക്കണോമിക് സിസ്റ്റം ടൈപ്സ് ഓഫ്. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു സ്റ്റഡി അബൌട്ട് ടൈപ്സ് ഓഫ് ഇക്കണോമിക് സിസ്റ്റം. പല തരത്തിലുള്ള ഇക്കണോമിക് സിസ്റ്റംസിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ നമുക്ക് ആദ്യം ഇക്കണോമിക് സിസ്റ്റം എന്താണെന്ന് നോക്കാം. Economic system refers to the manner in which individuals and institutions are connected together to carry out economic activities in a particular area. It is a methodology of doing economic activities to meet the needs of society. അതായത് എക്കണോമിക് സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്? ഒരു കുറച്ച് പ്രിൻസിപ്പിൾസ് ആണ്, കുറെ കാര്യങ്ങൾ, കുറെ തിയറികളും പ്രിൻസിപ്പിൾസും എല്ലാം കൂടെ ചേരുന്ന ഒന്നാണ് എക്കണോമിക് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ എന്തിനു വേണ്ടിയിട്ടാണ് പ്രിൻസിപ്പിൾസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മുടെ രാജ്യത്തെ ജനങ്ങളെയും ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയും പരസ്പരം കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾസ് ആണ് നമ്മൾ ചേരുന്നതാണ്. ഈ പ്രിൻസിപ്പിൾസിനെല്ലാം ചേരുന്നതാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് എക്കണോമിക് സിസ്റ്റം എന്ന് പറയുന്നത്. ഞാനൊരു ഡയഗ്രത്തിലൂടെ കാണിച്ചു തരാം. ഇപ്പൊ നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് നമ്മൾ പരിഗണിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ,
ഇത് ഇന്ത്യയെ പരിഗണിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ത്യയിൽ എന്താണ് സാധാരണ ജീവിക്കുന്ന ഹൗസ് ഹോൾഡ്സ് ഉണ്ട്, അല്ലെ, സാധാരണ വീടുകൾ. അതുപോലെ തന്നെ ബിസിനസ് എന്റർപ്രൈസസ് ഉണ്ട്, അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ഓക്കെ, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ഇവിടെ ഹൗസ് ഹോൾഡിൽ നിന്ന് എന്ത് ചെയ്യുന്നു, ആളുകള്, അത് ലേബർ, ഓക്കെ, ലേബർ എന്ത് ചെയ്യുന്നു, തൊഴിലിന് വേണ്ടിയിട്ട് ഈ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് എത്തുന്നു. ഓക്കെ, അതുപോലെ തന്നെ ഇതിന് ഇൻ റിട്ടേൺ ആയിട്ട് അവർക്ക് എന്ത് കൊടുക്കുന്നു, സാലറി കൊടുക്കുന്നു, അല്ലെങ്കിൽ വേജസ് കൊടുക്കുന്നു. ഓക്കെ, അതുപോലെ തന്നെ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ത് ചെയ്യുന്നു, സാധനങ്ങളും സേവനങ്ങളും പ്രൊഡ്യൂസ് ചെയ്യുന്നു, അല്ലെ, സാധനങ്ങളും സേവനങ്ങളും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അത് സാധാരണ ഹൗസ് ഹോൾഡ്, അതായത് നമ്മൾ ഹൗസ് ഹോൾഡ് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് സാധാരണ ജനങ്ങൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്, അവരിലേക്ക് എത്തിക്കുന്നു. അവർ ഇൻ റിട്ടേൺ എന്ത് ചെയ്യുന്നു, ക്യാഷ് കൊടുക്കുന്നു. ഓക്കെ, എന്ന് പറയുമ്പോൾ ഒരു സർക്കിൾ ആക്ടിവിറ്റി ഇവിടെ നടക്കുന്നത്. നിങ്ങൾ നോക്ക്, ഇവിടെ ഒരു സാധാരണ വീട്ടിൽ നിന്ന് എന്താ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് കൊടുക്കുന്നത്, തൊഴിലാളികളെ കൊടുക്കുന്നു. ആ തൊഴിലാളികളെ കമ്പനിക്ക് കൊടുക്കുമ്പോൾ കമ്പനി പകരമായിട്ട് എന്ത് ചെയ്യുന്നു, സാലറി അല്ലെങ്കിൽ വേജസ് കൊടുക്കുന്നു. അതുപോലെ തന്നെ ആ ഒരു സ്ഥാപനം സാധനങ്ങൾ സേവനങ്ങൾ നിർമ്മിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കുന്നു. ജനങ്ങൾ അതിന് പകരമായിട്ട് എന്ത് ചെയ്യുന്നു, ക്യാഷ് കൊടുക്കണം. അങ്ങനെ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസും ജനങ്ങളും തമ്മിൽ കണക്റ്റഡ് ആണ് ഒരു രാജ്യത്ത്. ഉദാഹരണത്തിന് ഞാൻ ഒരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞാൽ, നമ്മുടെ രാജ്യത്തെ SBI എന്ന് പറയുന്ന ഒരു ബാങ്കിനെ നമ്മൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ബാങ്ക് ആ എടുക്കുമ്പോൾ എന്താ ചെയ്യുക, നമ്മുടെ വീട്ടിൽ നിന്ന് സാധാരണ ആൾക്കാർ ബാങ്കിലേക്ക് പോയി തൊഴിലെടുക്കുന്നു. ബാങ്ക് എന്ത് ചെയ്യുന്നു, അവർക്ക് ശമ്പളം കൊടുക്കുന്നു, അല്ലേ. ബാങ്ക് നമുക്ക് ലോൺ തരുന്നു, നമ്മൾ തിരിച്ച് പലിശ അതിന് കൊടുക്കുന്നു. ഇങ്ങനെ ഇൻസ്റ്റിറ്റ്യൂഷൻസും ജനങ്ങളും പരസ്പരം കണക്റ്റഡ് ആണ്, അല്ലെ. ഇങ്ങനെ കണക്ട് ചെയ്യുന്ന ആ ഒരു രീതിക്കാണ് നമ്മൾ ഇക്കണോമിക് സിസ്റ്റം എന്ന് പറയുന്നത്. ഇങ്ങനെ കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന രീതിക്കാണ്, അല്ലെങ്കിൽ ആ ഒരു രീതി അല്ലെങ്കിൽ സ്ട്രക്ചറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇക്കണോമിക് സിസ്റ്റം എന്ന് പറയുന്നത്. പല തരത്തിൽ കണക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ കണക്ട് ആയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മനുഷ്യന്റെ ആവശ്യങ്ങൾ, അവന്റെ അത്യാവശ്യങ്ങൾ സാധൂകരിക്കണം. ഇവിടെ നോക്ക്, ഇവിടെ നമ്മൾ തൊഴിൽ കൊടുക്കുമ്പോൾ ലേബറർ അവിടെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി ജോലി ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ തൊഴിൽ എന്ന് പറയുന്ന നമ്മുടെ കായികാധ്വാനത്തെ അവിടെ കൊടുക്കുമ്പോൾ നമ്മൾക്ക് ആവശ്യമുള്ള സാലറി അവർ തരുന്നു, അല്ലേ. അതുപോലെ തന്നെ നമ്മൾക്ക് ആവശ്യമുള്ള ജനങ്ങളുടെ നീഡ് പൂർത്തീകരിക്കാനുള്ള ഗുഡ്സ് ആൻഡ് സർവീസസ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ തരുമ്പോൾ അവർക്ക് നമ്മൾ പകരമായി ക്യാഷ് ഇൻ റിട്ടേൺ നമ്മൾ കൊടുക്കുന്നു. അതായത് നമ്മളുടെ ആവശ്യങ്ങൾ നടക്കണം, നമ്മളുടെ സാധനങ്ങൾ, നമുക്ക് ആവശ്യം വേണ്ട സാധനങ്ങളും സേവനങ്ങളും നമുക്ക് ലഭിക്കണം, പകരം നമ്മൾ പൈസ കൊടുക്കും, ഇല്ലെന്നല്ല തിരിച്ച് ഇൻ റിട്ടേൺ നമ്മൾ അതിന് തത്തുല്യമായ ഒരു സംഗതി നമ്മൾ തിരിച്ച് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ നടക്കുന്ന ഒരു കൊടുക്കൽ വാങ്ങലുകൾ നടക്കുന്ന ആ ഒരു സിസ്റ്റത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇക്കണോമിക് സിസ്റ്റം എന്ന് പറയുന്നത്. നമ്മൾ ഏത് എക്സാമ്പിൾ എടുത്ത് പരിശോധിച്ചാലും, ബാങ്ക് ആണെങ്കിലും ഒരു സ്കൂൾ ആണെങ്കിൽ തന്നെ എന്താ ചെയ്യുന്നത്, ഇപ്പൊ നമ്മളെ സ്കൂളിൽ, ഇപ്പൊ ഗവൺമെന്റ് സ്കൂളിന്റെ കാര്യം നമ്മൾ മാറ്റി, അപ്പൊ അങ്ങനെ പലതരത്തിലുള്ള സ്കൂളുകളുണ്ട്. നമ്മൾ സ്കൂളിൽ നോക്കുക, നമ്മൾ സ്കൂളിൽ ഫീസ് കൊടുക്കുന്നു, ഇല്ലേ. സ്കൂളിൽ ഫീസ് കൊടുത്ത് പഠിക്കുന്നു, പകരം അവർ നമുക്ക് ഇൻ റിട്ടേൺ എഡ്യൂക്കേഷൻ തരുന്നു. അവരുടെ കൊടുക്കൽ വാങ്ങൽ റിലേഷൻഷിപ്പ് കൂടുന്നുണ്ട്. ഇതൊരു ഇക്കണോമിക് സിസ്റ്റം ആണ്. നമ്മൾ കടയിൽ പോയി ഒരു സാധനം വാങ്ങുന്നു, നമ്മളൊരു 10 രൂപ കൊടുത്തൊരു പേന വാങ്ങുന്നു, 10 രൂപ നമ്മൾ കൊടുക്കുകയാണ്, ഇൻ റിട്ടേൺ നമുക്കൊരു പേന കിട്ടുകയാണ്. അവിടെ ഒരു എക്കണോമിക് സിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ട്. അതൊരു തരത്തിലുള്ള എക്കണോമിക് സിസ്റ്റമാണ്. നമ്മൾ ആശുപത്രിയിൽ പോകുന്നു, നമുക്ക് മെഡിക്കൽ ട്രീറ്റ്മെന്റ് ആവശ്യമാണ്, നമ്മുടെ അത്യാവശ്യം നമുക്ക് മെഡിക്കൽ ട്രീറ്റ്മെന്റ് ആണ്, നമ്മൾ പോകുന്നു, നമ്മൾ ആവശ്യമുള്ള പൈസ കൊടുക്കുന്നു, പകരം നമുക്ക് മെഡിക്കൽ ട്രീറ്റ്മെന്റ് കിട്ടുന്നു. സോ ദർ ഈസ് ആൻ എക്കണോമിക് ആക്ടിവിറ്റി, അല്ലെങ്കിൽ ദർ ഈസ് ആൻ എക്കണോമിക് സിസ്റ്റം വർക്കിംഗ് ഇൻ ദ ഹോസ്പിറ്റൽ. നമ്മൾ വേറൊരു സ്ഥാപനത്തിൽ പോകുന്നു, നമ്മൾ കോളേജിൽ പോകുന്നു, കോളേജിൽ പോയിട്ട് ഫീസ് കൊടുക്കുന്നു, പഠിക്കുന്നു. നമ്മൾ ഫീസ് എന്ന് പറയുന്നത് കൊടുക്കുന്നു, നമുക്ക് തിരിച്ച് എഡ്യൂക്കേഷൻ ലഭിക്കുന്നു. ഇതാണ് ഒരു എക്കണോമിക് സിസ്റ്റം. ഓക്കെ, അപ്പോ എക്കണോമിക് സിസ്റ്റം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ എക്കണോമിക് സിസ്റ്റം എന്ന് പറയുന്നത് ജനങ്ങൾക്ക് ആവശ്യമുള്ള അവരുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇൻഡിവിജ്വൽസും ജനങ്ങളും ഇൻസ്റ്റിറ്റ്യൂഷൻസും തമ്മിൽ കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന, അല്ലെങ്കിൽ അത് ആ കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന കണക്ട് ആണ് എന്തെന്ന് പറയുന്നത് എക്കണോമിക് സിസ്റ്റം എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്, ആളുകളുടെ അല്ലെങ്കിൽ ജനങ്ങളുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ 3 തരത്തിലുള്ള എക്കണോമിക് സിസ്റ്റം നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ ഞാൻ ഉദാഹരണമായിട്ട് സ്കൂളിന്റെ എക്സാമ്പിൾ പറഞ്ഞു. ഓക്കെ, നമുക്ക് 2 തരത്തിലുള്ള സ്കൂളുകളുണ്ട്, ഗവൺമെന്റ് സ്കൂളുണ്ട്, പ്രൈവറ്റ് സ്കൂളുണ്ട്.
ഇല്ലേ? നമ്മളിപ്പോ ഒരു ഷോപ്പിന്റെ കാര്യം പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? അത് പ്രൈവറ്റ് ഉണ്ട്, ഗവൺമെന്റിന്റെ ആണ്. ഇപ്പൊ ഗവൺമെന്റിന് നമ്മൾ കെ സ്റ്റോർ, നമ്മുടെ പഴയ റേഷൻ കട നമ്മൾ പറയും, അത് ഗവൺമെന്റിന്റെ ആണ്. അതിലെ പ്രൈവറ്റ് ഷോപ്പുകളുണ്ട്. അപ്പൊ പല തരത്തിലുള്ള എക്കണോമിക് സിസ്റ്റംസ് ഉണ്ട്. നമ്മൾ ഈ റേഷൻ കട ഒരു എക്കണോമിക് സിസ്റ്റം ആയിട്ട് പരിഗണിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഗവൺമെന്റിന്റെ എക്കണോമിക് സിസ്റ്റം. അതുപോലെ തന്നെ നമ്മുടെ മാർജിൻ ഒരു സൂപ്പർ മാർക്കറ്റ് പരിഗണിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു എക്കണോമിക് സിസ്റ്റത്തിന്റെ ഭാഗമാണ്, അല്ലെ? എക്കണോമിക് സിസ്റ്റം എന്ന് തന്നെ പറയാം. അത് പ്രൈവറ്റ് ആണ്. അങ്ങനെ നോക്കുമ്പോൾ പല തരത്തിലുള്ള എക്കണോമിക് സിസ്റ്റംസ് ഉണ്ട്. അത് ഏതൊക്കെയാ നമുക്കൊന്ന് നോക്കാം. Okay, there are three major types of economic systems that they are capitalistic economy, socialist economy and mixed economy. മൂന്ന് തരത്തിലുണ്ട്: capitalistic economy and socialist economy and finally mixed economy. Okay, ഈ എക്കണോമിക് സിസ്റ്റം ചൂസ് ചെയ്യുന്നത് ഏത് എക്കണോമിക് സിസ്റ്റം ചൂസ് ചെയ്യാന്നുള്ളത് രാജ്യത്തിന്റെ ഡിസ്ക്രിപ്ഷൻ. അവർ രാജ്യമാണ് തീരുമാനിക്കുന്നത് അവർ ഏത് എക്കണോമിക് സിസ്റ്റം ഫോളോ ചെയ്യണമെന്ന്. ഓക്കെ, നമ്മൾ ഇതിനകത്ത് ചൂസ് ചെയ്തിരിക്കുന്നത് മിക്സഡ് എക്കണോമിയാണ്. ഇന്ത്യയിൽ നിലനിൽക്കുന്നത് ഏത് എക്കണോമിക് സിസ്റ്റമാണ്? മിക്സഡ് എക്കണോമിക് സിസ്റ്റമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ആ മൂന്നും എന്തൊക്കെയാണ് നമുക്കൊന്ന് പഠിക്കാം. നോക്കിയാട്ടെ. ഒന്നാമത്തത് ക്യാപിറ്റലിസ്റ്റിക് എക്കണോമി. നമ്മൾ മലയാളത്തിൽ ഇതിന് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ എന്ന് പറയാം. അപ്പൊ നമുക്ക് നോക്കാം. ക്യാപിറ്റലിസ്റ്റ് എക്കണോമി എന്ന് പറയുമ്പോൾ ആരാണ് ഇതിന്റെ ഫാദർ എന്ന് വെച്ചാൽ ആഡം സ്മിത്ത് എന്ന് പറയുന്ന ഒരു വളരെ പ്രശസ്തനായിട്ടുള്ള, വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു എക്കണോമിസ്റ്റ് ആണ് ആഡം സ്മിത്ത്. അദ്ദേഹമാണ് ഇതിന്റെ ഫാദർ എന്ന് പറയുന്നത്. ഫാദർ ഓഫ് ക്യാപിറ്റലിസം എന്നറിയപ്പെടുന്നത് ആരാണ്? ആഡം സ്മിത്ത് ആണ്. അടുത്ത ഇനി നമുക്ക് ക്യാപിറ്റലിസ്റ്റ് എക്കണോമി എന്താന്ന് നോക്കാം. ക്യാപിറ്റലിസ്റ്റ് എക്കണോമി ഈസ് ഓൾസോ ടേംഡ് ആസ് ഫ്രീ ഇക്കണോമി. ഇതിന് മറ്റൊരു പേരെന്ന് വെച്ചാൽ ഫ്രീ ഇക്കണോമി എന്ന് പറയുന്നുണ്ട്, ഓർ മാർക്കറ്റ് എക്കണോമി, where the role of government is minimum and the market determines the economic activities. Okay, ഇതാണ് അതിൽ പ്രധാനപ്പെട്ട പോയിന്റ്. Where the role of government is minimum. ക്യാപിറ്റലിസ്റ്റ് എക്കണോമി എന്ന് പറഞ്ഞാൽ ഇതൊരു എക്കണോമിക് സിസ്റ്റമാണ്. ആ എക്കണോമിക് സിസ്റ്റത്തില് നമ്മൾ കാണുന്ന ആ സൊസൈറ്റൽ സ്ട്രക്ചറില് ഗവൺമെന്റിന്റെ ഇന്റർഫറൻസ് അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഇടപെടൽ എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. പകരം അവിടെ എക്കണോമിക് ആക്ടിവിറ്റീസിനെ കൺട്രോൾ ചെയ്യുന്നത് സ്വകാര്യ വ്യക്തികളാണ്, അല്ലെങ്കിൽ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് ആണ്. അത്തരത്തിലുള്ള ഇക്കണോമിക് സിസ്റ്റത്തിന് പറയുന്ന പേരാണ് ക്യാപിറ്റലിസ്റ്റ് ഇക്കണോമി എന്ന് പറയുന്നത്. അതായത് ക്യാപിറ്റലിസ്റ്റ് എക്കണോമി എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു രാജ്യത്തെ എക്കണോമിക് സിസ്റ്റത്തിനെ കൺട്രോൾ ചെയ്യുന്നത് സ്വകാര്യ വ്യക്തികളാണ് എങ്കിൽ അത്തരത്തിലുള്ള ഇക്കണോമിക് സിസ്റ്റത്തിനെ നമ്മൾ എന്തെന്ന് പറയുന്നു? ക്യാപിറ്റലിസ്റ്റ് എക്കണോമി എന്ന് പറയുന്നു. ഇപ്പൊ നമ്മൾ ഹോസ്പിറ്റലിന്റെ കാര്യം പരിശോധിക്കുമ്പോൾ ഇപ്പൊ ഹോസ്പിറ്റലെല്ലാം സ്വകാര്യ വ്യക്തികളുടെ ഹോസ്പിറ്റലാണ് നിലനിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ക്യാപിറ്റലിസ്റ്റ് എക്കണോമി എന്ന് പറയും. സ്കൂളുകൾ എല്ലാം സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥതയിലുള്ള സ്കൂളുകളാണെങ്കിൽ നമ്മൾ അതിനെ എന്തെന്ന് പറയും? ക്യാപിറ്റലിസ്റ്റ് എക്കണോമി എന്ന് പറയും. ഓക്കെ, അപ്പൊ അതാണ് ക്യാപിറ്റലിസ്റ്റ് എക്കണോമി. ഇതിന് മറ്റൊരു പേര് ഫ്രീ ഇക്കണോമി. ഫ്രീ ഇക്കണോമി എന്ന് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ അവിടെ ഗവൺമെന്റിന് യാതൊരു റോളും ഇല്ല, ഗവൺമെന്റ് അവർക്ക് സ്വതന്ത്രമായിട്ട് അവസരം കൊടുത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ മാർക്കറ്റ് എക്കണോമി എന്നും പറയുന്നുണ്ട്. കാരണം എന്തുകൊണ്ട് മാർക്കറ്റ് എക്കണോമി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ ആ എക്കണോമിക് സിസ്റ്റത്തിലെ സാധനങ്ങളുടെയും സേവനങ്ങളുടെയൊക്കെ ഡിമാൻഡും അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രൈസ് കൺട്രോളും ഒക്കെ പൂർണ്ണമായിട്ട് നിൽക്കുന്ന മാർക്കറ്റിനനുസരിച്ച്, ജനങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചല്ല അവിടെ കാര്യങ്ങൾ നടക്കുന്നത്. അവിടെ പ്രൊഡക്റ്റ് എത്തിക്കുക എന്ന് പറയുന്നത് മാർക്കറ്റിൽ നമുക്ക് എങ്ങനെ മാർക്കറ്റിൽ നമുക്ക് എങ്ങനെ വരുന്നു, മാർക്കറ്റിന് ഡിമാൻഡ് അനുസരിച്ച്. ജനങ്ങൾക്ക് അത് വേണം ഉദ്ദേശിച്ചല്ല. ആപ്പിൾ ഐഫോൺ ഇറക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ? ജനങ്ങളുടെ ആവശ്യം നോക്കിയിട്ടല്ല, അവർക്ക് മാർക്കറ്റിൽ എങ്ങനെ സർവൈവ് ചെയ്യണം എന്നത് നോക്കിക്കൊണ്ട് മാത്രമാണ് എന്ത് ചെയ്യുന്നത്? ആപ്പിൾ അവരുടെ പ്രൊഡക്റ്റ് ഇറക്കുന്നത്. ഓക്കെ, അതേസമയം ഗവൺമെന്റ് സ്ഥാപനങ്ങൾ അവരുടെ ഒരു പ്രൊഡക്റ്റ് ഇറക്കുന്നത് ജനങ്ങൾക്ക് ആവശ്യം ഇതാണ് എന്ന് കരുതിയിട്ടാണ്. അതാണ് വ്യത്യാസം. അപ്പൊ ഇവിടെ മാർക്കറ്റ് എക്കണോമി, മാർക്കറ്റിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഈ ഇക്കണോമിക് സിസ്റ്റം നിലനിൽക്കുന്നത്. ഇവിടെ ആരാണ് ഫ്രീ ഇക്കണോമി എന്നറിയപ്പെടുന്നു? എക്കണോമിക് ആക്ടിവിറ്റീസ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത് പ്രൈവറ്റ് വ്യക്തികളായിരിക്കും. അതാണ് ക്യാപിറ്റലിസ്റ്റ് എക്കണോമി എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ഇൻ എ ക്യാപിറ്റലിസ്റ്റ് എക്കണോമി ആർ പ്രൈവറ്റ്ലി ഓൺഡ്. ഇവിടെ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഒരു പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസ്, ഈ ഒരു രാജ്യത്തെ സാധനങ്ങളുടെ സേവനങ്ങളുടെ നിർമ്മാണ പ്രവർത്തനം പൂർണ്ണമായിട്ടും സ്വകാര്യ വ്യക്തികളിൽ നിക്ഷിപ്തമാണ്. മാനുഫാക്ചറേഴ്സ് പ്രൊഡ്യൂസ് ഗുഡ്സ് ആൻഡ് സർവീസസ് വിത്ത് പ്രോഫിറ്റ് മോട്ടീവ്. ഓക്കെ, രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ആൾക്കാര്, ഈ സ്വകാര്യ വ്യക്തികൾ സാധനങ്ങളും സേവനങ്ങളും നിർമ്മിക്കുന്നത് ഒൺലി ദേ ആർ എയിമിങ് അറ്റ് പ്രോഫിറ്റ്. അവർക്ക് വേണ്ടത് പ്രോഫിറ്റ് ആണ്. മനസ്സിലാവുന്നുണ്ടോ? ഉദാഹരണം ഞാൻ പറഞ്ഞല്ലോ, 2 പ്രൊഡക്റ്റ് പരിഗണിക്കുക. അപ്പം ഗവൺമെന്റ് ഹോസ്പിറ്റൽ, അതുപോലെ തന്നെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ. ഈ 2 ഹോസ്പിറ്റൽ നോക്കി കഴിയുമ്പോൾ നമുക്കറിയാൻ പറ്റും, ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നമ്മൾ 5 രൂപ ടിക്കറ്റ് എടുത്തിട്ട് പോകുന്നു, നമുക്കവിടെ ട്രീറ്റ്മെന്റ് സൗജന്യമാണ്.
അപ്പൊ ട്രീറ്റ്മെന്റ് സൗകര്യം, ഇപ്പൊ സർജറി നടത്തുകയാണെങ്കിൽ നമുക്ക് ഹെൽത്ത് കാർഡ് ഉണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് ഫ്രീ ആയിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ചെറിയൊരു തുക കൊടുക്കേണ്ടതായിട്ട് വരും കമ്പാരിറ്റീവ്ലി. പക്ഷെ പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് ചെന്ന് നോക്കൂ, നമ്മൾ അവിടെ ചെന്ന് നമ്മളുടെ ടോക്കൺ എടുക്കുന്ന മുതൽ നമ്മൾ ബില്ലിംഗ് ആണ്, നമ്മൾ ബില്ലിംഗ് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഫൈനലി അവരൊരു ബില്ല് എടുത്ത് തരും, ഈ ബില്ല് പേ ചെയ്യാതെ നിങ്ങൾക്ക് ഇവിടുന്ന് പോകാൻ പറ്റില്ല. അപ്പൊ അവരുടെ എന്തിനു വേണ്ടിയിട്ടാണ് പ്രൈവറ്റ് സ്ഥാപനം നിൽക്കുന്നത്? പ്രോഫിറ്റ് മോട്ടീവ്. അവർക്ക് പ്രോഫിറ്റ് ആണ് വേണ്ടത്, അവർക്ക് പണമാണ് വേണ്ടത്. ദേ ആർ നോട്ട് തിങ്കിങ് അബൌട്ട് വാട്ട് ദ പീപ്പിൾ നീഡ്. ജനങ്ങൾ എന്ത് അവർക്ക് ആവശ്യമുണ്ട് എന്നതിനെ കുറിച്ച് പ്രൈവറ്റ് എക്കണോമി ചിന്തിക്കുന്നില്ല. ഓക്കെ, ദേ ആർ ക്യാപിറ്റലിസ്റ്റ് എക്കണോമി produce goods and services with a profit motive. The private individual has the freedom to undertake any occupation and develop any skill. അതുപോലെ തന്നെ ഇവർക്ക് ഹാസ് ദ ഫ്രീഡം ടു അണ്ടർടേക്ക് എനി ഒക്കുപേഷൻ. അവർക്ക് എന്ത് തൊഴിലെടുക്കാനും അല്ലെങ്കിൽ എന്ത് കാര്യങ്ങൾ കൊണ്ടുവരാനുള്ള ഫ്രീഡം ഉണ്ട്, അതുപോലെ തന്നെ അത് ഡെവലപ്പ് ചെയ്യാനുള്ള സ്കിൽസും ഉണ്ട്. ഓക്കെ, ഇതാണ് അതെന്ന് പറയുന്നത് ക്യാപിറ്റലിസ്റ്റ് എക്കണോമി എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ദ USA, ജർമ്മനി, ഓസ്ട്രേലിയ ആൻഡ് ജപ്പാൻ ആർ ദ ബെസ്റ്റ് എക്സാമ്പിൾസ് ഓഫ് ക്യാപിറ്റലിസ്റ്റ് എക്കണോമി. പക്ഷെ ഒരു കാര്യമുണ്ട്, ചില രാജ്യങ്ങൾ ഈ തുടക്കകാലത്തൊക്കെ ഈ പറയുന്ന രാജ്യങ്ങൾ ഈ ഒരു സിസ്റ്റം ഫോളോ ചെയ്തെങ്കിലും വളരെ കുറവാണ് ക്യാപിറ്റലിസ്റ്റ് എക്കണോമി ഫോളോ ചെയ്യുന്ന രാജ്യങ്ങൾ. ഓക്കെ, അപ്പം ഇതാണ് എക്സാമ്പിൾ ആയിട്ട് പഠിച്ചു വെച്ചോളൂ. പക്ഷെ ഈ എക്സാമ്പിൾ ചോദിക്കില്ല, കാരണം നമുക്കത് ഇങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പൊ ഇന്നൊരു രാജ്യം ക്യാപിറ്റലിസ്റ്റ് എക്കണോമി ആണെന്നുണ്ടെങ്കിൽ അത് അടുത്ത വർഷം വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു സ്വാഭാവികമായിട്ട് അതിൽ നിന്ന് പിന്മാറും. USA, ജർമ്മനി, ഓസ്ട്രേലിയ, ജപ്പാൻ ആർ ദ ബെസ്റ്റ് എക്സാമ്പിൾസ് ഓഫ് ക്യാപിറ്റലിസ്റ്റ് എക്കണോമി. അവിടെ പ്രൈവറ്റ് വ്യക്തികൾക്കാണ് ഇമ്പോർട്ടൻസ്. ഇതാണ് ക്യാപിറ്റലിസ്റ്റ് എക്കണോമി. അപ്പൊ നമ്മൾ ഓർത്തിരിക്കേണ്ടത് ഫാദർ ഓഫ് ക്യാപിറ്റലിസത്തെ കുറിച്ച് ഓർത്തിരിക്കണം. ഇത് എന്താണ്, ഇതിന്റെ ഒരു മോട്ടീവ് എന്താണ്, ഈ ക്യാപിറ്റലിസ്റ്റ് എക്കണോമി നിലനിൽക്കുന്നതിന്റെ ഒരു മോട്ടീവ് എന്താണെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, ക്ലിയർ ആണല്ലോ? നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോവാം. അടുത്താണ് സോഷ്യലിസ്റ്റ് എക്കണോമി. ഓക്കെ, അടുത്താണ് സോഷ്യലിസ്റ്റ് എക്കണോമി. എന്താണ് സോഷ്യലിസ്റ്റ് എക്കണോമി എന്ന് ചോദിച്ചു കഴിഞ്ഞാല് പറയാം. അതിന് മുമ്പായിട്ട് അതിന്റെ പ്രൊപ്പൗണ്ടർ അല്ലെ ഫാദർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാർൽ മാർക്സ് ആണ്. കാർൽ മാർക്സിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലെ? കാർൽ മാർക്സ് അല്ലെ, CPI എന്ന പാർട്ടിയെ കുറിച്ച്, മാർക്സിസത്തെ കുറിച്ചൊക്കെ നിങ്ങൾ പഠിക്കും അല്ലെ? അപ്പൊ കാർൽ മാർക്സ് ആണ് എന്ത് സോഷ്യലിസ്റ്റ് എക്കണോമിയുടെ ഫാദർ അല്ലെങ്കിൽ പ്രൊപ്പൗണ്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് സോഷ്യലിസം എന്താണെന്ന് നമുക്ക് നോക്കാം. Socialism is defined as a way of organizing a society in which major industries are owned and controlled by the government. തെറ്റൊന്നുമില്ല, ഇത്രേ ഉള്ളൂ. സോഷ്യലിസം എന്ന് പറയുന്നത് ഒരു സൊസൈറ്റിയെ നമ്മൾ ഓർഗനൈസ് ചെയ്യാണ് വേർ മേജർ ഇൻഡസ്ട്രീസ് ആർ ഓൺഡ് ആൻഡ് കൺട്രോൾഡ് ബൈ ദ ഗവൺമെന്റ്. ഒരു രാജ്യത്തിന്റെ മേജർ ആയിട്ടുള്ള പ്രധാനപ്പെട്ട ഇൻഡസ്ട്രീസ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത് ഗവൺമെന്റ് ആണെങ്കിൽ അത്തരത്തിലുള്ള ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഇക്കണോമിക് സിസ്റ്റത്തിന് പറയുന്ന പേരാണ് സോഷ്യലിസ്റ്റിക് എക്കണോമിക് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ നോക്കാം, സോഷ്യലിസ്റ്റ് എക്കണോമിക് സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രാജ്യത്തിന്റെ എല്ലാ ആക്ടിവിറ്റീസും കൺട്രോൾ ചെയ്യുന്ന ഗവൺമെന്റ് ആണ്. അങ്ങനെ ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള എക്കണോമിക് സിസ്റ്റത്തിന് പറയുന്ന പേരാണ് സോഷ്യലിസ്റ്റ് എക്കണോമിക് സിസ്റ്റം. Socialist economics is also known as a planned economy or command economy. ഇതിന് രണ്ട് പേര് പറയുന്നുണ്ട്. പ്ലാൻഡ് ഇക്കണോമി, ആസൂത്രിത സമ്പദ് വ്യവസ്ഥ എന്നും പറയുന്നുണ്ട്, അതുപോലെ തന്നെ കമാൻഡ് ഇക്കണോമി എന്നും പറയുന്നുണ്ട്. അപ്പൊ എന്തൊക്കെ രണ്ട് പേരുകളാണ്? പ്ലാൻഡ് ഇക്കണോമി ഓർ കമാൻഡ് ഇക്കണോമി. ഈ രണ്ട് പേരുകൾ അറിയപ്പെടുന്നത് ഏതാണ്? സോഷ്യലിസ്റ്റ് എക്കണോമിയാണ്. അപ്പൊ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഹൂ ഇസ് ദ പ്രൊപ്പോണന്റ് ഓഫ് socialist economy? That is Karl Marx is the proponent. Okay, next, it is a way of organizing a society in which major industries are owned by the governments or controlled by the government. Okay, another two names of this socialist economy are planned economy and command economy. Command economy എന്നും അതുപോലെ തന്നെ planned economy എന്നും അറിയപ്പെടുന്നത് ഏതാണ്? സോഷ്യലിസ്റ്റ് എക്കണോമിയാണ്. Okay, in a socialist economy, all the resources are owned and operated by the government. Public welfare is the main motive. ഓർത്ത് വെച്ചോളുക, ഇമ്പോർട്ടന്റ് ആണ്. Public welfare is a major or main motive behind all the economic activities. എന്തുകൊണ്ട് ഈ പറയുന്ന സോഷ്യലിസ്റ്റ് എക്കണോമി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ എന്താണ് വേണ്ടത്? പബ്ലിക് വെൽഫെയർ, പൊതുജനങ്ങളുടെ നന്മ അല്ലെങ്കിൽ പൊതുജനങ്ങളുടെ ക്ഷേമം, അതിനു വേണ്ടിയിട്ടാണ് എന്ത് കൊണ്ടുവന്നിരിക്കുന്നത്? സോഷ്യലിസ്റ്റ് എക്കണോമി കൊണ്ടുവന്നിരിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ നമുക്കറിയാം, രാജ്യത്ത് കുത്തക മുതലാളിമാരുടെയും ഒരു മാർക്സിയൻ ചിന്താഗതിയെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ ലോകത്ത് ആകമാനം മാർക്സിന്റെ മാർക്സിസ്റ്റ്
മാർക്സിസം എന്നുള്ള തത്വം വരാനുള്ള പ്രധാനപ്പെട്ട കാരണം കുത്തക മുതലാളിമാര്, സാമ്രാജ്യത്വം ഇതൊക്കെ വന്നപ്പോൾ ജനങ്ങൾക്ക് അവരുടേതായിട്ടുള്ള സ്വാതന്ത്ര്യങ്ങൾ നഷ്ടപ്പെടാൻ തുടങ്ങി, അല്ലെ? അവർക്ക് റൈറ്റ്സ് ഇല്ലാതെ വന്നു. അങ്ങനെയാണ് എന്ത് സംഭവിക്കുന്നത്? മാർക്സ് അല്ലെങ്കിൽ മാർക്സിയൻ തിയറിയിലേക്ക് എല്ലാവരും വരുന്നത്. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. പബ്ലിക് വെൽഫെയർ, പൊതുജനങ്ങളുടെ ക്ഷേമം അല്ലെങ്കിൽ നന്മയാണ്. ആ നന്മ ഉൾക്കൊള്ളിച്ചുകൊണ്ട് മാത്രമാണ് ഈ ഒരു സോഷ്യലിസ്റ്റ് എക്കണോമിക് സിസ്റ്റം നിലവിൽ വരുന്നത്. ഓക്കെ, ക്യാപിറ്റലിസ്റ്റ് ആണെങ്കിൽ പ്രോഫിറ്റ് മോട്ടീവ്, സോഷ്യലിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ പബ്ലിക് വെൽഫെയർ. ഇറ്റ് എയിംസ് അറ്റ് ഇക്വാളിറ്റി ഇൻ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ആൻഡ് വെൽത്ത് ആൻഡ് ഈക്വൽ ഓപ്പർച്യൂണിറ്റി. ഈ പറയുന്ന പോലെ നമ്മുടെ രാജ്യത്തിന്റെ വെൽത്ത് ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടണം. ഈക്വൽ, എല്ലാവർക്കും ഒരേ തുല്യതയാണ്. ആരും സ്വന്തമായിട്ടൊന്നും വേണ്ട, എല്ലാവരും ഗവൺമെന്റിന്റെ കീഴിൽ ജീവിക്കുന്നു, ഗവൺമെന്റ് വേണ്ട റിസോഴ്സസ് കൊടുക്കുന്നു. ഒരു ഈക്വാളിറ്റി ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം. നമ്മുടെ രാജ്യത്തിന്റെ വരുമാനം ഈക്വൽ, ആരും അധികം സമ്പാദിക്കുന്നില്ല, ആരും അധികം എന്താ പറയുക മോശമായ രീതിയിലേക്ക് പോകുന്നില്ല, എല്ലാവരും ഒരേ രീതിയിൽ പോകുന്നു. ഇതാണ് സോഷ്യലിസ്റ്റ് എക്കണോമിക് സിസ്റ്റം മുന്നോട്ട് വെക്കുന്ന ഐഡിയോളജി. ചൈന, വിയറ്റ്നാം, പോളണ്ട് ആൻഡ് ക്യൂബ ആർ ദ എക്സാമ്പിൾസ് ഓഫ് സോഷ്യലിസ്റ്റ് എക്കണോമിക്സ്. ബട്ട് നൗ ദർ ആർ നോ അബ്സല്യൂട്ട് സോഷ്യലിസ്റ്റ് എക്കണോമിക്സ്. ഓക്കെ, അതായത് നമ്മുടെ ഇന്ന് ലോകത്ത് പ്രധാനപ്പെട്ട ഈ സോഷ്യലിസ്റ്റ് സിസ്റ്റം ഫോളോ ചെയ്യുന്ന ചില രാജ്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈനയുണ്ട്, വിയറ്റ്നാം ഉണ്ട്, പോളണ്ട് ഉണ്ട്, അതുപോലെ തന്നെ ക്യൂബ. ഇതൊക്കെ എന്തിന്റെ എക്സാമ്പിൾ ആണ്? ഈ പറയുന്ന സോഷ്യലിസ്റ്റ് എക്കണോമിക് സിസ്റ്റം ഫോളോ ചെയ്യുന്നതിന്റെ എക്സാമ്പിൾ ആണ്. ഇതാ മറ്റൊരു എക്സാമ്പിൾ ഉണ്ട്, നോർത്ത് കൊറിയ. ഓക്കെ, നോർത്ത് കൊറിയ എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു സോഷ്യലിസ്റ്റ്, എനിക്കത് ചൈനയേക്കാൾ വലിയൊരു സോഷ്യലിസ്റ്റ് രാജ്യമാണ്. സോഷ്യലിസ്റ്റ് എക്കണോമിക് സിസ്റ്റം ഫോളോ ചെയ്യുന്ന രാജ്യമാണ് നോർത്ത് കൊറിയ എന്ന് പറയുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ജിം കോങ് യുനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. അദ്ദേഹമാണ് അവിടുത്തെ രാജ്യത്തിന്റെ ഭരണാധികാരി. അതുപോലെ തന്നെ പൂർണ്ണമായിട്ട് ഗവൺമെന്റ് കൺട്രോൾഡ് ആണ്. അതായത് അവിടുത്തെ എല്ലാ ആക്ടിവിറ്റീസും, ആ രാജ്യത്തിന്റെ എല്ലാ ആക്ടിവിറ്റീസും കൺട്രോൾ ചെയ്യുന്നത് ഗവൺമെന്റ് ആണ്. ഈവൻ അവർക്ക് ടെലിവിഷൻ കാണാൻ പറ്റില്ല, പ്രൈവറ്റ് ടെലിവിഷൻ ചാനൽസ് ഇല്ല, അതുപോലെ തന്നെ പ്രൈവറ്റ് ഷോപ്പിംഗ് ഏരിയാസ് ഇല്ല, എല്ലാം ഗവൺമെന്റ് കീഴില. എല്ലാ റിസോഴ്സും അവർക്ക് കൊടുക്കുന്നത് ഗവൺമെന്റ് ആണ്. അതുകൊണ്ട് തന്നെ ആർക്ക് സ്വന്തമായിട്ട് ഭൂമി കൈവശം വെക്കാൻ പറ്റത്തില്ല. നമുക്കിവിടെ ഇന്ത്യയിൽ എവിടെ വേണം നമുക്ക് വസ്തുക്കൾ വാങ്ങാം, നമ്മുടെ പേരിലാക്കാം. പക്ഷെ സോഷ്യലിസ്റ്റ് എക്കണോമിക് സിസ്റ്റം നിലനിൽക്കുന്ന രാജ്യങ്ങളിൽ ഇതൊന്നും പറ്റില്ല. എല്ലാം ഗവൺമെന്റ് പ്രോപ്പർട്ടീസ്. നിങ്ങൾക്ക് താമസിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താമസിക്കാൻ വേണ്ട സ്ഥലം ഗവൺമെന്റ് പതിച്ചു തരും, അവിടെ മാത്രമേ താമസിക്കാൻ പാടുള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് വീട്ടിൽ ടെലിവിഷൻ വേണമെന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് തരും, ഗവൺമെന്റ് പറയുന്ന ചാനലേ കാണാൻ പാടുള്ളൂ. സ്മാർട്ട് ഫോൺ ഉപയോഗിക്കരുത് ഗവൺമെന്റ് പറഞ്ഞാൽ ഉപയോഗിക്കരുത്, മറ്റ് വിദേശ ചാനലുകൾ കാണരുതെന്ന് പറഞ്ഞാൽ കാണരുത്. അതാണ് സോഷ്യലിസ്റ്റ് എക്കണോമിക് സിസ്റ്റം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മിക്ക രാജ്യങ്ങളും ഇത് അഡോപ്റ്റ് ചെയ്യാറില്ല. നിങ്ങൾക്ക് ബിസിനസ് തുടങ്ങാൻ പറ്റുമോ? പറ്റത്തില്ല, കാരണം അത് ഗവൺമെന്റ് ചെയ്തോളൂ. ക്ലിയർ? ഇതാണ് സോഷ്യലിസ്റ്റ് എക്കണോമി എന്ന് പറയുന്നത്. അടുത്തെന്ന് പറയുന്നത് മിക്സഡ് എക്കണോമി. ഈ പറയുന്ന പോലെ തന്നെ സോഷ്യലിസം, ക്യാപിറ്റലിസം എല്ലാം കൂടെ ചേരുന്നതാണ് എന്ന് പറയുന്നത് മിക്സഡ് എക്കണോമിക് സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് മിശ്ര സമ്പദ് വ്യവസ്ഥ എന്ന് മലയാളത്തിൽ പറയും. In a mixed economic system, both private and public sectors coexist and work together towards economic development. ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാല് ഈ എക്കണോമിക് സിസ്റ്റത്തില് പ്രൈവറ്റ് സ്വകാര്യ വ്യക്തികളുമുണ്ട്, പബ്ലിക് സെക്ടേഴ്സും ഉണ്ട്. സ്വകാര്യ വ്യക്തികളും അതുപോലെ ഗവൺമെന്റും ഒരുമിച്ച് നിലനിൽക്കുന്നു. അതുപോലെ തന്നെ ഇവർ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നു. ഒരു എക്കണോമിക് ഡെവലപ്മെന്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഇവർ ഒരുമിച്ച് വർക്ക് ചെയ്ത് മുന്നോട്ട് പോകുന്നു. അത്തരത്തിലുള്ള എക്കണോമിക് സിസ്റ്റമാണ് മിക്സഡ് എക്കണോമിക് സിസ്റ്റം എന്ന് പറയുന്നത്. ഇൻ ദീസ് എക്കണോമീസ് റിസോഴ്സസ് ആർ ഓൺഡ് ബൈ ഇൻഡിവിജ്വൽസ് ആൻഡ് ദ ഗവൺമെന്റ്. ഓക്കെ, ഇത്തരത്തിലുള്ള ഒരു എക്കണോമിക് സിസ്റ്റത്തെ കുറിച്ച് പറയുമ്പോൾ ഇതെല്ലാം ദീസ് റിസോഴ്സസ് ആർ ഓൺഡ് ബൈ ഇൻഡിവിജ്വൽസ്, ഇതെല്ലാം കൈവശം വെച്ചിരിക്കുന്നത് ഗവൺമെന്റിന്റെ കയ്യിലുമുണ്ട്, അതുപോലെ തന്നെ പ്രൈവറ്റ് വ്യക്തികളുടെ കയ്യിലുണ്ട്. എക്സാമ്പിൾസ് ഇന്ത്യ, ഇംഗ്ലണ്ട്, ഫ്രാൻസ്, ബ്രസീൽ, ഇതെല്ലാം എന്താണ്? മിക്സഡ് എക്കണോമിക് സിസ്റ്റം ആണ്. ഉദാഹരണം ഞാൻ പറയാം, നമ്മൾ ഇന്ത്യ മിക്സഡ് എക്കണോമിയാണ്. നമ്മൾ നോക്കിയാൽ മനസ്സിലാകും അല്ലെ, ഒരു സൈഡിൽ സർക്കാർ ആശുപത്രിയുണ്ട്, മറ്റൊരു സൈഡിൽ പ്രൈവറ്റ് ആശുപത്രിയുണ്ട്. ജനങ്ങൾക്ക് ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ അവർക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, സർക്കാർ എന്ത് ചെയ്യുന്നു? ജനങ്ങൾക്ക് വെൽഫെയർ വേണ്ടിയിട്ട്, ജനങ്ങൾക്ക് ട്രീറ്റ്മെന്റ്, ഫ്രീ സൗജന്യമായ ട്രീറ്റ്മെന്റ് കൊടുക്കാൻ ഇവന്റെ ഹോസ്പിറ്റൽസ് തുറന്നിരിക്കുന്നു. ഓക്കെ, നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം. നിങ്ങൾക്ക് അത് പറ്റില്ല, നിങ്ങളുടെ പൈസ നിങ്ങൾ പോയിക്കോളൂ, യാതൊരു പ്രശ്നമില്ല. ഇവിടെ സാധാരണക്കാരനും ജീവിക്കുന്നു, സ്വകാര്യ വ്യക്തികളും ജീവിക്കുന്നു. ഓക്കെ, പൈസ ഇല്ലാത്തവരുടെ വെൽഫെയറിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് സ്ഥാപനങ്ങളുണ്ട്. നിങ്ങൾക്ക് സൂപ്പർ മാർക്കറ്റിൽ പോയി നിങ്ങൾക്ക് അരി മേടിക്കാം,
നിങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് 1 രൂപയ്ക്ക് അരി അല്ലെങ്കിൽ 2 രൂപയ്ക്ക് അരി എന്നും പറഞ്ഞ റേഷൻ കടകൾ അല്ലെങ്കിൽ കെ സ്റ്റോർ തുറന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്ന് വേണം വാങ്ങാം. സാധനങ്ങളും അരി അല്ലാതെ മറ്റു സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് സപ്ലൈകോടെ സ്ഥാപനങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അവിടെ അവൈലബിൾ ആണ്. അവിടെ നിങ്ങൾക്ക് റേഷൻ കാർഡ് കൊണ്ട് കൊടുത്തിട്ട് സബ്സിഡിയിൽ സാധനങ്ങൾ വാങ്ങാനുള്ള സൗകര്യം ഗവൺമെന്റ് ഒരുക്കുന്നുണ്ട്. ഓക്കെ, അവിടെ എല്ലാവരും ജീവിക്കണം. ഓക്കെ, എന്നുള്ള അർത്ഥത്തോടു കൂടിയാണ് മിക്സഡ് എക്കണോമി. ഇന്ന് ഒട്ടുമിക്ക രാജ്യങ്ങളും ഒരു മോർ ദാൻ 80%, 80 അല്ല 90% രാജ്യങ്ങളും ഫോളോ ചെയ്യുന്നത് മിക്സഡ് എക്കണോമിക് സിസ്റ്റം ആണ്. കാരണം അത് സാധാരണ ജനങ്ങളുടെ നിലനിൽപ്പിന് ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് മിക്സഡ് എക്കണോമിക് സിസ്റ്റം ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് 3 എക്കണോമിക് സിസ്റ്റങ്ങൾ നിങ്ങൾ മനസ്സിലാക്കാനുള്ളത്. ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ഭാഗത്തേക്ക്